മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ എൻ്റെ നീണ്ട ബാംഗ്ലൂർ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഐ എം ഗോയിങ് ബാക്ക് ഹോം. ചേച്ചി, ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത്? വേണ്ടൊന്നും പറയണ്ട. അപ്പം സായി ചേട്ടൻ ചന്ദ്രുവിനെ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. തിരിച്ചു വരുന്നു എന്നെ കൂട്ടാൻ. അപ്പം അതുവരെ ഞാൻ നടക്കുകയാണ്. ഒരാൾക്ക് നന്മ ചെയ്താൽ അതൊരു ദിവസത്തെ പുണ്യമല്ലേ? ഞാൻ പറഞ്ഞത് പിങ്കിനോട് ഒന്ന് പോകണ്ടാന്ന്. 1 വീക്ക് കഴിഞ്ഞ് പോയാൽ മതിയെന്ന്. മതി മതി, കുഴപ്പമില്ല. നമ്മളിവിടെ എത്തി. നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. നേരത്തെ വന്ന് ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ബാക്കിൽ ബാറുണ്ട്. കുറുമ്പൻ ബസ് വന്നു. വെറും 900 രൂപയ്ക്ക് പുതിയ ബസ്സിലൊറ്റ മനുഷ്യനില്ല. ചന്ദ്രന്റെ വിചാരം ഞാനില്ല. സത്യം കേട്ടോ, നമ്മള് ബിയർ വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പിന്നെ പിടിക്കപ്പെട്ടാലോ എന്നുള്ള ഭയത്തിൽ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി കോഴിക്കോട് നിന്ന് കാണാം. ബൈ. തുണയായിട്ട് സഹായിക്കുന്നുണ്ട്. എല്ലാരും അടിച്ചു കയറി വാ. അടിച്ചു കയറി വരട്ടെ. നീണ്ട കുറേ നേരത്തെ യാത്ര, അതൊരു ബസ്സിൽ ഭയങ്കര ബോറിംഗ് ആണ്. ബസ്സിൽ ചന്ദ്രനെ കൂട്ടി എവിടെ വരാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലായിടത്തും ഗേൾസ് ഫാൻസ്. ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ചന്ദ്രല്ലേ എന്നൊക്കെ ചോദിച്ചു. നമ്മളിതാ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. കൊട്ട വഴി പമ്പിന്റെ മുമ്പത്തെ ഹോട്ടലാണ് കഴിച്ചത്. ഹോട്ടൽ മാറിപ്പോയി. ബീഫില്ല. മോനെ, ഇതാണ് പൊറോട്ട ഇറച്ചി. ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഞാൻ മറ്റേ അഡ്വർടൈസ്മെന്റ് ഉള്ള പോലെ പൊട്ടിയില്ല. അങ്ങനെ നമ്മളെത്തി. എരട്ടിപ്പാലം ഡ്രോപ്പ് ചെയ്തു. നമ്മളെ ആശ ഉറങ്ങിപ്പോയി. ഞാൻ വിളിച്ചെണീച്ചപ്പോൾ എണീറ്റത്. ഇപ്പൊ പുതിയ സ്ഥാനം എത്തിയത്. വൻ സ്പീഡിലാണ് എന്നെ കൊണ്ടുവന്നത് ഗൈസ്.